നമസ്കാരം. അങ്ങേയറ്റത്തെ അശ്ലീല അധിക്ഷേപ പരാമർശത്തെ തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ട് ഒടുവിൽ അത് നടത്തിയ ബിസിനസ് കോൺഗ്ലോമറേറ്റിനെതിരെ പരാതി കൊടുത്ത ഒരു സ്ത്രീ പോലീസ് അതിൽ കേസെടുത്ത് കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്തിട്ടും താൻ ഇപ്പോഴും അനുഭവിക്കുന്നത് കടുത്ത മാനസിക വ്യഥയാണെന്ന് പറയുകയാണ്. കോടതിയിലിരിക്കുന്ന കേസിലെ പരാതിക്കാരിയായി തന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ ഓർഗനൈസ്ഡ് ക്രൈം നടത്തുന്നു എന്നാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ ഇന്ന് പരാതി നൽകിയത്. തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണെന്ന് വീണ്ടും വീണ്ടും ഒരു പരാതിക്കാരിക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? വഷളൻ വർത്തമാനം പറയുന്നവർക്കെതിരെ പൊതുബോധം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാതെ തനിക്കെതിരെ പൊതുബോധം ഉയർത്തി ആക്രമിക്കുന്നുവെന്ന് പരാതിക്കാരിക്ക് പറയേണ്ടി വരുന്നത് എത്ര നിർഭാഗ്യകരമാണ്. കേസെടുത്താലും ജയിലിൽ കിടന്നാലും പാഠം പഠിക്കാത്തവരുണ്ടോ? എൻകൗണ്ടർ പ്രൈം ആരംഭിക്കുന്നു. സ്വാഗതം. രാഹുൽ ഈശ്വർ നമുക്കൊപ്പം അല്പസമയത്തിനകം ചർച്ചയിൽ ചേരും. അഡ്വക്കേറ്റ് വീണ നായർ കോൺഗ്രസിന്റെ പ്രതിനിധി, ഡോക്ടർ മാളവിക ബിന്നി അധ്യാപിക, ഒപ്പം അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര നിരീക്ഷകൻ എന്നിവർ നമുക്കൊപ്പം ചർച്ചയിലുണ്ട്. ഞാൻ ഡോക്ടർ മാളവിക ബിന്നിയിലാണ് തുടങ്ങുന്നത്. ഡോക്ടർ മാളവിക ബിന്നി, കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇത്തരത്തിലേക്കുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്, അതായത് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയമുണ്ടല്ലോ, അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട്, അതെന്തിനാണ്? ഇതിൻ്റെ ഫോക്കസ് മാറ്റിവിടാൻ വേണ്ടിയല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ താങ്കളത് ശരിവെക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ട്, അതായത് ഈ പൊതുബോധം തനിക്കെതിരെ ആക്കിക്കൊണ്ടുവരികയാണ്. ഇവിടെ യഥാർത്ഥ കോസ് എന്തോ അതിൽ നിന്ന് വഴി തിരിച്ചു വിട്ടുകൊണ്ട് തനിക്കെതിരെ ഒരു പൊതുബോധത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ആക്രമിക്കുന്നു. അതിൻ്റെ മനോവ്യഥയിൽ പരാതി കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് ഹണി റോസിന്. ഇതെന്തൊരു മാനസിക നിലയാണ് ഡോക്ടർ മാളവിക ബിന്നി? എനിക്കിതിൽ പറയാനുള്ളത്, ഞാൻ പറയുന്നത് വ്യക്തമാണോ? വ്യക്തമാണ്, പറഞ്ഞോളൂ. എനിക്കിതിൽ പറയാനുള്ളത് ഒരു ഫോൾസ് നെറേറ്റീവ്, അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഒരു ഫോൾസ് നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് ഇതിലെ വിക്ടിം ഹണി റോസ് ആണ്. അദ്ദേഹത്തിന് പേര് പറയുന്നത് കുഴപ്പമില്ലാത്തതുകൊണ്ട് പേര് തന്നെ എടുത്ത് പറയാണ്. അവർക്കൊരു വലിയ മെന്റൽ ട്രോമ ഉണ്ടാക്കി ഇത് പല ഇതുപോലെ ലൈംഗിക ആക്ഷേപ കേസുകളിലും അതുപോലെ തന്നെ റേപ്പ് കേസുകളിലും എല്ലാം കാണുന്ന ഒരു തന്ത്രമാണ് ഈ വിക്ടിമിനെ സ്ലട്ട് ഷെയിം ചെയ്തും വിക്ടിം ബ്ലെയിം ചെയ്തും അവരുടെ മനോധൈര്യത്തെ കെടുത്തുന്നത്. ഇവരുടെ ഒരു വലിയ ട്രോമ ഇതിന്റെ പിന്നിലുണ്ട്. അവർ 1-2 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു ട്രോമയാണെന്ന് അവർ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. ഇപ്പം അലൻ ഡൻസ്കി ഇതൊക്കെയുള്ള സ്റ്റഡീസ് പറയുന്നത് പോലെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈംഗിക ആക്ഷേപമോ അതിക്രമോ അനുഭവിക്കുന്ന ഒരാൾ വർഷങ്ങൾ എടുത്താണ് ഇതൊന്ന് തുറന്നു പറയാനും അത് ഒരു ലീഗൽ പോരാട്ടം വരെ എത്തിക്കാനും ഉള്ള ആ ഒരു മനോനിലയിലേക്കെങ്കിലും എത്തുന്നത്. അതുപോലും മാനിക്കാതെയാണ് ഇവിടെ രാഹുൽ ഈശ്വർ പോലെ ഉള്ളവർ ഇവർക്കെതിരെ നിരന്തരമായിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് അഴിച്ചുവിടുന്ന രീതിയിലുള്ള നാരറ്റീവ് സൃഷ്ടിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഉള്ള രാഹുൽ ഈശ്വറിന്റെ പല ചാനൽ ചർച്ചകൾ, അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ തന്നെ 2 ചാനൽ ചർച്ചകളിൽ ഇരിക്കുകയുണ്ടായി. ആ 2 ചാനൽ ചർച്ചകൾ നോക്കി ഒരേ കാര്യങ്ങളാണ്. നമ്മൾ എത്ര വിശദമായോ, നമ്മൾ എത്ര സയന്റിഫിക് ഡാറ്റ യൂസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ലോജിക്ക് യൂസ് ചെയ്തോ രാഹുൽ ഈശ്വറിന്റെ വാദങ്ങളെ ഖണ്ഡിച്ച് കളയുകയാണെങ്കിലും പിന്നീട് മറ്റൊരു ചർച്ചയിൽ രാഹുൽ ഈശ്വർ ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹണി റോസ് കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റിൽ പറയുന്നത് പോലെ ഇത് ഓർഗനൈസ്ഡ് ആണ്. ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള വേറെ ഒരു പാറ്റേൺഡ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ബിഹേവിയർ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് ആ വ്യക്തി തന്നെ ഭയങ്കര കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. കാരണം ഒരു പബ്ലിക് നാരറ്റീവ് ഉണ്ടാക്കുകയാണ് ഇവിടെ ലക്ഷ്യം. അതും പബ്ലിക് മൊറാലിറ്റി എന്നുള്ളതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇത് വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് തിയറൈസ് ചെയ്യുന്നത് നമ്മുടെ പൊതുമണ്ഡലത്തിൽ നമ്മൾ ചർച്ചകൾ നടത്തുന്നതാണ്. ഒബ്സീനിറ്റിക്കുള്ള ലോ എന്ന് പറയുന്നത് വസ്ത്രധാരണത്തോട് ചേർത്ത് വായിക്കരുതെന്ന് കോടതി വരെ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ എല്ലാമുള്ള വാദങ്ങൾ നിൽക്കെ സാമൂഹ്യ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. മനഃപൂർവമായിട്ട് വീണ്ടും ചർച്ചകളിൽ ഈ പിന്തിരിപ്പനായിട്ടുള്ള, അത് പിന്തിരിപ്പൻ മാത്രമല്ല വളരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള അതാണ് ഞാൻ താങ്കളിലേക്ക് എത്താം. രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഇവിടെ ഞാൻ താങ്കളിലേക്ക് എത്താം. രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഇതിൽ ഹണി റോസ് ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത്, എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു.
പോലീസിന്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിലാക്കുകയും ചെയ്തു. പരാതി കൊടുക്കുക എന്നത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമൊക്കെയാണ് എന്ന്. എന്നാൽ ആ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയുന്നു. ജനങ്ങളുടെ പൊതുബോധം എൻ്റെ നേരെ തിരിയാൻ എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയാണ് രാഹുൽ ഈശ്വർ താങ്കൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു നീളമുള്ള കുറിപ്പാണ്. താങ്കൾ അത് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ അവർ ഒരു ഘട്ടത്തിൽ പറയുന്നത് തനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾ ഏത് തരത്തിലേക്കാണ്, തൻ്റെ തൊഴിലിന് നേരെ വരുന്ന ഭീഷണികൾ, തൊഴിൽ നിഷേധ ഭീഷണികൾ, അപായ ഭീഷണി, അശ്ലീല ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ, ഇതെല്ലാം ഇതിനൊക്കെ കാരണക്കാരൻ താങ്കളാണെന്ന് പറയുന്നു. കടുത്ത മാനസിക വ്യഥയിലേക്ക് തന്നെ തള്ളിവിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് പരാതിക്കാരി പറയുകയാണ്. എന്ത് തെറ്റാണ് അവർ ചെയ്തത് രാഹുൽ ഈശ്വർ? അനുജ മാം, 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഹണി റോസിന് വിഷമമുണ്ടായെന്ന് കേട്ടതിൽ എനിക്ക് വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഹണി റോസിൻ്റെ കുടുംബത്തിനടക്കം വിഷമമുണ്ടായെന്ന് കേട്ടതിൽ വിഷമമുണ്ട്. അവരുടെ വിഷമത്തോട് യോജിക്കുന്നു, ഐക്യദാർഢ്യപ്പെടുന്നു. പറഞ്ഞ ഒരു വാക്ക് പോലും പിൻവലിക്കുന്നില്ല, പറഞ്ഞ ഒരു വിമർശനം പോലും കുറയ്ക്കുന്നില്ല. ഹണി റോസ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹണി റോസിൻ്റെ കേസ് കാരണം 1 ഇഞ്ച് വിമർശനം കൂടുകയോ ചെയ്യില്ല, കുറയുകയോ ചെയ്യില്ല. കാര്യം ഹണി റോസിനോടുള്ള വിമർശനം ഹണി റോസ് എനിക്ക് കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ടതുള്ളതല്ല. ഹണി റോസിൻ്റെ കേസ് നമുക്ക് കോടതിയിൽ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യാം, അതിനെനിക്ക് വിരോധമൊന്നുമില്ല. 2, മഹാത്മാഗാന്ധിയെയും മദർ തെരേസയും വരെ വിമർശിക്കുന്ന ഈ നാട്ടിൽ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്നൊരു നിലപാടെടുക്കുന്നത് ശരിയാണോ? ബോച്ചയെ വേട്ടയാടണം, ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ത് തരം നിലപാടാണ്? 3, മാളവിക ബെന്നി മാഡം പറഞ്ഞതാണ്. മാഡം, ഞാൻ മാഡത്തെ ഒരു ലെഫ്റ്റ് ലിബറൽ തിങ്കറായിട്ട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അതേപോലെ റൈറ്റ് കൺസർവേറ്റീവ് ആണ്. നിങ്ങൾ ലിബറുകളുടെ ചിന്താധാര മാത്രം ഈ ലോകത്ത് മതിയോ? അങ്ങനെ ഒരു ലിബറൽ പുരോഗമനവാദി സ്ത്രീപക്ഷ ചിന്തയായിരിക്കാം, എനിക്കതിന് വിരോധമൊന്നുമില്ല, അത് താങ്കളുടെ ഇഷ്ടമാണ്. ഇതേപോലെ ഒരു റൈറ്റ് കൺസർവേറ്റീവ് സഭ്യത, സാംസ്കാരികം, ട്രഡീഷണൽ പാരമ്പര്യവാദ ചിന്തയില്ലേ നമ്മുടെ സമൂഹത്തിലെ? മാധ്യമങ്ങളുടെ പ്രശ്നം ഇതൊരു കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ എന്ന് എടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ പാരമ്പര്യവാദി. താങ്കൾ ഈ മാധ്യമങ്ങളുടെ പ്രശ്നത്തിലേക്ക് പോകാതെ രാഹുൽ ഈശ്വർ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. മാധ്യമങ്ങളുടെ പ്രശ്നത്തെ കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അല്ല, ഞാൻ ചോദിച്ച ഒരു ചോദ്യം അത് വളരെ ക്ലിയർ അല്ലേ? മാധ്യമങ്ങളുടെ പ്രശ്നമല്ല. മാഡം, ഒരു സെക്കൻഡ്. അങ്ങനെ ഒരു ഡിബേറ്റ് ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിനെ അക്നോളജ് ചെയ്യാതെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ അടക്കം ചാനലിന്റെ താഴെ വരുന്ന ആയിരക്കണക്കിന് കമന്റുകൾ നിങ്ങൾ നോക്കൂ. അതായത് സമൂഹത്തിൽ എന്നെ പോലെയുള്ള റൈറ്റ് കൺസർവേറ്റീവുകൾ, വലത് കൺസർവേറ്റീവ് കാഴ്ചപ്പാടുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസിയും അവിശ്വാസിയും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് വസ്ത്രധാരണത്തെ കുറിച്ച് മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. അത് മാളവിക ബെന്നി മാഡം ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പ്രമോദ് പുഴങ്കര സാർ ഷെയർ ചെയ്യണമെന്ന് പറയുന്നില്ല. കാരണം അവരെല്ലാം ഒരു ലെഫ്റ്റ് ലിബറൽ ചിന്താ പദ്ധതിയുടെ ഭാഗമായി വരുന്നതാണ്, അവരെ ബഹുമാനിക്കുന്നു. മറുവശത്തൊരു കാഴ്ചപ്പാടുണ്ടെന്ന് പോലും അവർ അക്നോളജ് ചെയ്യുന്നില്ല. 2, ഹണി റോസിന് നേരെ ഭീഷണി വന്നു, 100% തെറ്റാണ്. അഭയാപ്പെടുത്തൽ വന്നെങ്കിൽ 100% തെറ്റാണ്. രാഹുൽ ഈശ്വർ ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിക്കുന്ന ഒരു വാക്ക് ഏതെങ്കിലും, അല്ലെങ്കിൽ ഹണി റോസിനെയോ ബാക്കി ആരെങ്കിലോ പറയുന്ന ഒരു വാക്ക് കാണിച്ചു തരാമെങ്കിൽ വിചാരണ ഇല്ലാതെ എന്നെ ജയിലിലിട്ടോളൂ. രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഇതിൽ താങ്കൾ നടത്തിയ കാര്യങ്ങൾ, ഇപ്പോൾ താങ്കൾ പറയുന്നത് താങ്കൾ വെറും വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണല്ലോ താങ്കൾ പറഞ്ഞ മഹാത്മാഗാന്ധിയും മദർ തെരേസയും പോലെ ഇവരും വിമർശനത്തിന് അതീതയൊന്നുമല്ല എന്ന് പറയുന്നതിനോട് താങ്കൾ ഉദ്ദേശിക്കുന്നത് അതാണ്. പക്ഷേ ഇവിടെ ഹണി റോസ് തന്നെ പറയുന്നുണ്ട്, ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടത് ആർക്കെതിരെയാണ് രാഹുൽ ഈശ്വർ? അത് ഇപ്പോൾ നിലവിലിത് ഹണി റോസിനെതിരെ താങ്കൾ തന്നെ പറയുന്നു, ആയിരക്കണക്കിന് കമന്റുകൾ നിങ്ങൾ പരിശോധിക്കുമെന്ന്. അതിൽ തന്നെയുണ്ട് ഉത്തരം. താങ്കൾ അത് ഇട്ടുകൊടുക്കുകയാണ്. ഈ ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിന്റെ പൊതുബോധം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടോ എന്ന്, ഇനി ഒരാളാണ് ഉള്ളതെങ്കിൽ പോലും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരം ഇട്ടുകൊടുക്കുന്നത് ആരാണ്? താങ്കളാണല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് താങ്കൾ പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഈ ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ആൾക്കാരോ കമന്റോ ഒരു സാമ്പിൾ സർവേ മാത്രമാണ്. ഇവരോടെല്ലാം എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അവരോട് ഞാൻ പറയും, ഹണി റോസിന്റെ ശരീരത്തെ അല്ല, സമീപനത്തെയാണ് വിമർശിക്കേണ്ടത്. ഹണി റോസ് എന്ന വ്യക്തിയെയല്ല, അവരുടെ വസ്ത്രധാരണ രീതിയാണ് വിമർശിക്കേണ്ടത്. എനിക്ക് ഹണി റോസിനെ ജീവിതത്തിൽ നേരിട്ട് പരിചയം പോലും ഇല്ല. ഒരുപക്ഷെ ആ കുട്ടിക്കും എന്നെ പരിചയമില്ല. ഞങ്ങൾ നേരിട്ട് കാണാൻ പോലും പോണില്ല. വ്യക്തിവിരോധത്തിന്റെ ആവശ്യമില്ല. നമ്മളൊരു നിലപാടിന് വേണ്ടിയാണ് പോരാടുന്നത്. ആ നിലപാട്, എന്റെ നിലപാട് എന്താണ്? ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ വിമർശിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതേ ചോദ്യം ചോദിക്കുന്നതാണ്. ഈ വസ്ത്രധാരണത്തെ, ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ഞാൻ വിമർശിക്കുന്നു എന്ന് രാഹുൽ ഈശ്വറിന് പറയാനുള്ള എന്ത് റൈറ്റ് ആണുള്ളത്? രാഹുൽ, എന്നാ ശരി,
എന്നാ വേറൊരാളെ പറയാം. അമല പോളിന്റെ വസ്ത്രധാരണം എറണാകുളത്തെ ഒരു കോളേജിൽ പോയപ്പോൾ ഒരുപാട് റിവീലിംഗ്. ഇത് ഒരു ഹണി റോസ് അല്ലെങ്കിൽ ഒരു അമല പോൾ എന്നുള്ള വ്യക്തിയുടെ പേര് താങ്കൾ വിടൂ. താങ്കൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ വിമർശനം നടത്താൻ താങ്കൾക്ക് എന്ത് റൈറ്റ് ആണ്? മാഡം, എനിക്കല്ല, സമൂഹത്തിന് സോഷ്യൽ ഓഡിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് ലെഫ്റ്റ് ലിബറലുകാർ യോജിക്കാത്ത കാഴ്ചപ്പാടാണ്, ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ സമൂഹത്തിലുള്ള റൈറ്റ് കൺസർവേറ്റീവ്, അങ്ങനെ ഒരു റൈറ്റ് സമൂഹത്തിലെ ആർക്കെങ്കിലും ഉള്ളതായി താങ്കൾക്ക് അറിയാമോ? താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. എന്റെ അറിവിൽ അങ്ങനെ ഒരു റൈറ്റ് ഇല്ല. അല്ല, ഈ ഇവിടെ പറഞ്ഞത് മുഴുവൻ എന്ത് റൈറ്റിനെ കുറിച്ചാണ് ഇനി പറയുന്നത് എന്നുള്ളത് ആണ് അത്ഭുതം, അമ്പരപ്പ്. കാരണം നിങ്ങൾക്ക് മറ്റൊരാളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അതിൻ്റെ മൊറാലിറ്റിയെക്കുറിച്ച് ഒക്കെ പറയാനുള്ള പ്രത്യേകിച്ച് ഒരു അവകാശവുമില്ല എന്ന് മാത്രമല്ല, ആളുകളുടെ സ്വകാര്യത എന്ന് പറയുന്നത്, പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട്, മൗലികാവകാശമായിട്ട് അംഗീകരിച്ച ഒരു രാജ്യമാണ് നമ്മൾ. ഇപ്പോൾ ഫണ്ടമെൻ്റൽ മൗലികാവകാശമായിട്ട് ഇപ്പോൾ പുട്ടസ്വാമി കേസിലൊക്കെ കോടതി അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകളുടെ റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ ഒരു റൂൾ ഓഫ് ലോയുടെ ആകട്ടെ, നിയമവാഴ്ചയുടെ ആകട്ടെ, അല്ലെങ്കിൽ കോമൺ ലോയുടെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാകട്ടെ, മറ്റൊരാളുടെ ശാരീരികമായ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ കൃത്യമായി ഉൾപ്പെടുന്ന ഒന്നാണ് വസ്ത്രധാരണത്തിൻ്റെ അയാളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇതിനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു ഒബ്സിനിറ്റിയുടെ ഉള്ളിൽപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ അതിനെ ചിത്രീകരിക്കുക എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി ഉണ്ടെങ്കിൽ പോലും അത് കോടതിയിലൊക്കെ വരുന്നത് തന്നെ പബ്ലിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു സർഗാത്മക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഭാഗമായിട്ട്, സിനിമയുടെ ഭാഗമായിട്ടൊക്കെ അത് വരുമ്പോൾ ഇത് ഒബ്സീനാണ് എന്ന് പറഞ്ഞ് സെൻസർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ നിരോധിക്കുകയോ ഒക്കെ ചെയ്യണമെന്നുള്ള ആവശ്യങ്ങളെപ്പോലും കോടതി അടക്കം കാണുന്നത് വളരെ മറ്റൊരു രീതിയിലാണ്. അതിൽ 19-ാം നൂറ്റാണ്ട് മുതൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 19-ാം നൂറ്റാണ്ട് മുതൽ നിരവധി ടെസ്റ്റുകളൊക്കെ കോടതി തന്നെ, ഇപ്പോൾ US കോടതിയുടെയൊക്കെ ഹിക്ലിൻ ടെസ്റ്റ്, അത് കഴിഞ്ഞ് റോത്ത് ടെസ്റ്റ്, മില്ലർ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന പലവിധ ടെസ്റ്റുകൾ, അതൊക്കെ കേസുകളുടെ ഭാഗമായിട്ടുണ്ടായ ടേംസാണ്. അതൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് കോടതി എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ഇന്ത്യയിലൊക്കെ അവിക് സർക്കാർ കേസിലടക്കമുള്ള പലതിലും കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്, ഈ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു സാധനമല്ല. ഒരു ജനാധിപത്യ സമൂഹം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ കോടതികൾ നടത്തിയ ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ മാനദണ്ഡവുമല്ല 21-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ നടത്തുന്നത്. ഒരു സമൂഹം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചാണ് വസ്ത്രധാരണത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഉള്ള മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളൊന്നും കാണാതെ കൂപമണ്ഡവുകളെ പോലെ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ കഴിയുകയും അതിനു മുകളിൽ ഒരു ആകാശം കാണുന്നത് മുഴുവൻ തങ്ങളുടെ വട്ടത്തിൽ നിന്നുള്ള ആകാശമാണ് എന്ന് കരുതുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഞാനിത് വ്യക്തിപരമായിട്ടല്ല കേട്ടോ ഈ ഉദാഹരണങ്ങളൊന്നും പറയുന്നത്, അങ്ങനെയൊന്നും എടുക്കരുത്. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ ലിബറൽ ലെഫ്റ്റുകളെ പോലെ ഞങ്ങൾ റൈറ്റ് കൺസർവേറ്റീവ് ആളുകൾക്ക്, നിർഭാഗ്യവശാൽ അദ്ദേഹത്തോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ രാജ്യത്തെ ഭരണഘടന എന്ന് പറയുന്നത് ലിബറൽ സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇത് ഒരു കൺസർവേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. യാഥാസ്ഥിതികവാദത്തെ, പിന്തിരിപ്പനായിട്ടുള്ള സാമ്പ്രദായികമായിട്ടുള്ള യാഥാസ്ഥിതികവാദത്തെ, സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പുരുഷന്മാർക്ക് അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിയന്ത്രിക്കാനൊക്കെ അവകാശമുണ്ട് എന്ന് കരുതുന്ന യാഥാസ്ഥിതികവാദത്തെ പുറങ്കാലുകൊണ്ട് തൊഴിച്ച് കളഞ്ഞ് ഈ രാജ്യം ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് വോട്ടവകാശം വേണോ എന്നുള്ള കാര്യത്തിൽ ബ്രിട്ടനിലും അമേരിക്കയിലുമൊക്കെ നിരവധി കാലം ചർച്ച നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ തെരുവുകളിൽ പോരാടിയിട്ടാണ് അത് ഒരു ഭരണഘടനാപരമായ അവകാശമായതെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രാഷ്ട്രീയ ധാരയ്ക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു അപശബ്ദം പോലും ഇല്ലാതെ അത് പാസ്സാക്കിയെടുക്കാൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ പ്രാതിനിധ്യമുള്ള, തുല്യമായ വോട്ടവകാശമുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു അപശബ്ദമില്ലാതെ, ഒരു എതിർപ്പ് പോലും ഇല്ലാതെ അത് പാസ്സാക്കിയെടുക്കുന്നതിന് കഴിഞ്ഞെങ്കിൽ അത് ഈ രാജ്യത്തെ രാഷ്ട്രീയ സമരം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മറ്റു ബഹുധാരകളുണ്ടെങ്കിലും ആ ബഹുധാരകളെല്ലാം ഒന്നിച്ചു നിന്ന ഒന്നായിരുന്നു ഇത് എന്നുള്ളത് കൊണ്ടാണ്. അതായത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് അത് നടപ്പാക്കുന്നതിൽ സാമൂഹ്യ രാഷ്ട്രീയാധികാരത്തിൻ്റെ മണ്ഡലത്തിൽ പിന്നീട് നിരവധി പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ആ രാഷ്ട്രീയാധികാര മണ്ഡലത്തിലെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ചർച്ചയിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണാൻ കഴിയുമെങ്കിലും ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്, നേരത്തെ ഇവിടെ അദ്ദേഹം പറഞ്ഞ റൈറ്റ് കൺസർവേറ്റീവുകൾക്കും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞൊരു ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. നിങ്ങൾക്കതില്ല. ഈ പറയുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ, അമല പോളിൻ്റെ വസ്ത്രധാരണ റിവീൽ ചെയ്യണം, എന്തുമാത്രം അധിക്ഷേപാർഹമായ പരാമർശം
പരാമർശങ്ങളാണ്. ഒരു സ്ത്രീ പൊതുസ്ഥലത്തെത്തുമ്പോൾ അവരുടെ മാറിടത്തിൻ്റെ ക്ലീവേജ് എത്രത്തോളം എത്ര ഇഞ്ച് താഴ്ന്നിരിക്കുന്നു എന്ന് നോക്കി നടക്കുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് എന്തുമാത്രം അപഹാസ്യമാണ് അതാണ് ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ മാളവിക ബിന്നി, താങ്കൾ നേരത്തെ കൈ ഉയർത്തുന്നത് ഞാൻ കണ്ടിരുന്നു, അതിന് മറുപടി പറയാം. ഒപ്പം തന്നെ ഇപ്പൊ ഇതിലൊരു വിമർശനമാണ്, ഞാൻ നടത്തിയത് വിമർശനമാണ് എന്നാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴും പറയുന്നത്. ആ വിമർശനത്തിന് അതീത അല്ല എന്ന് പറയുകയാണ്. അതിപ്പോ മഹാത്മാഗാന്ധിയെ നമ്മൾ വിമർശിക്കുന്നുണ്ട്, മദർ തെരേസയെ വിമർശിക്കുന്നുണ്ട്, അതുപോലെ ഞാൻ ഹണി റോസിനെയും വിമർശിക്കുകയാണ് എന്ന് പറയുകയാണ്. ഹലോ ഡോക്ടർ മാളവിക, കേൾക്കാമോ? ഹലോ, എന്നോടാണ് അതെ ചോദ്യം. എനിക്ക് കണക്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചരിത്ര അധ്യാപികയാണ്. ഞാൻ വർഷങ്ങളായിട്ട് റിസർച്ച് ചരിത്രത്തിൽ ചെയ്യുന്ന ഒരാൾ കൂടെയാണ്. അതിനകത്ത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്, സററ്റോറിയാലിറ്റി എന്നാണ്. അതായത് വസ്ത്രധാരണത്തിന്റെ ചരിത്രത്തിനെ കുറിച്ച് ഉള്ള പഠനത്തെയാണ് സററ്റോറിയൽ, വസ്ത്രധാരണ രീതിയെ കുറിച്ച്. ഇങ്ങനെ നമ്മൾ ഇന്ത്യയിൽ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒറ്റ ഒരു വസ്ത്രധാരണ രീതി ഇല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്. രണ്ട്, ഈ ഡീസന്റ് വസ്ത്രം അല്ലെങ്കിൽ കുലസ്ത്രീകളുടെയും കുലപുരുഷന്മാരുടെയും വസ്ത്രം എന്നുള്ള ഒരു വസ്ത്രം പോലും നമ്മൾ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിലും പലതായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇപ്പം കാളിദാസന്റെ ശാകുന്തളത്തിലെ ഓപ്പണിംഗ് ആക്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ശാകുന്തളയുടെ മുലക്കൊച്ച കെട്ടിക്കൊടുക്കാൻ അനസൂയയോട് പറയുന്ന ഒരു സെക്ഷൻ വെച്ചാണ് ശാകുന്തളം തുടങ്ങുന്ന ആക്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഹൈലി സെക്ഷുവലൈസ്ഡ് ഒരു കണ്ണിലൂടെ നോക്കാം, അല്ലെങ്കിൽ അതിന്റെ ഐസ്തറ്റിക് ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ ഒരു ഐസ്തറ്റിക് ഭംഗി, ഇതിന്റെ സർഗാത്മകതയെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പറ്റം മനുഷ്യരുണ്ട്. അവര് അത് കാലവുമായിട്ട് മാത്രമല്ല, നമ്മൾ നമ്മുടെ ചരിത്രത്തെ തന്നെ നിഷേധിക്കലാണ് ചെയ്യുന്നത്. ഇത് എപ്പോഴാണ് സ്ത്രീയുടെ വസ്ത്രധാരണ രീതിയും മേലും സ്ത്രീകൾ എങ്ങനെ നടക്കണം എന്നുള്ളതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുന്നതെന്നും ചോദിച്ചാൽ നമ്മൾ ഭയങ്കര കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഗുപ്തകാലത്തിൽ എഴുതിയിട്ടുള്ള സ്മൃതി ലിറ്ററേച്ചറിൽ നിന്നാണ് ഇത് തുടങ്ങുന്നതെന്ന്. അപ്പൊ ഈ മനുസ്മൃതി പാരമ്പര്യം വിശ്വസിക്കുന്നവര് വളരെ കൃത്യമാണ്. മനുവാദികളായിട്ടുള്ള ബ്രാഹ്മണവാദികളായിട്ടുള്ള മനുഷ്യർക്ക് അവരെ ഇനി നിങ്ങൾ റൈറ്റ് കൺസർവേറ്റീവ് എന്നോ വേറെ ഏത് പേരിട്ട് നിങ്ങൾ വിളിക്കുക, അതിനെ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പതിഞ്ഞ സ്വരത്തിലോ അല്ലെങ്കിൽ ഭയങ്കര ഹൈലി ആർട്ടിക്കുലേറ്റ് ആയിട്ട് പറയുകയാണെങ്കിലോ നമുക്ക് കാണാൻ പറ്റും നിരന്തരമായിട്ട് ഈ ബ്രാഹ്മണവാദവും സ്ത്രീയുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സ്ത്രീയുടെ വസ്ത്രധാരണ രീതി, സ്ത്രീയുടെ എന്ത് സ്വാതന്ത്ര്യത്തിന്റെ പുറത്തുള്ള റെസ്ട്രിക്ഷന്റെ പുറത്താണ് ഇവിടെ ബ്രാഹ്മണവാദം നിലനിൽക്കുന്നത്. പക്ഷേ ഡോക്ടർ മാളവിക ബിന്നി, ഇപ്പോ രാഹുൽ ഈശ്വർ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോഴും വരുന്ന കമന്റുകൾ, ആയിരക്കണക്കിന് കമന്റുകൾ ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ കേരളത്തിന്റെ പൊതുബോധം എന്നുള്ളത് അദ്ദേഹത്തിനൊപ്പമാണോ എന്ന് അദ്ദേഹം പറയുകയാണ്. ഇല്ല, ഇത് കേരളത്തിന്റെ പൊതുബോധമല്ല, ഇത് രാഹുൽ ഈശ്വറിന്റെ പൊതുബോധവും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കൃത്യമായിട്ടുള്ള PR സ്ട്രാറ്റജിയുടെയും PR ഏജൻസികളുടെയും പൊതുബോധമാണ്. നിങ്ങൾ അതിൽ പല ഐഡികളും, ഞാൻ ഒരു ക്യൂരിയോസിറ്റിക്ക് അതിലൊരു 10-15ഓളം ഐഡികൾ വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കി. അവര് ആ കമന്റ് ഇടാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ച ഐഡികളും അതുപോലെ തന്നെ യൂട്യൂബ് പല യൂട്യൂബ് ചാനലുകൾ ഓൺ ചെയ്യുന്നവരുടെ മൾട്ടിപ്പിൾ ഐഡന്റിറ്റികളും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. യൂട്യൂബ് ചാനലുകളെല്ലാം പോയി നോക്കുകയാണെങ്കിൽ അതുപോലെ ഈ നാരറ്റീവ് സൃഷ്ടിക്കപ്പെടുകയാണ് ഇവിടെ. അതായത് ഇരയും വേട്ടക്കാരനെയും സാമാന്യവൽക്കരിക്കുന്ന, രണ്ടുപേരെയും ഒരുപോലെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന, അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമെങ്കിൽ മറ്റേ ആൾക്ക് ഇങ്ങനെയും ചെയ്യാം എന്നുള്ളത്. ഞാനൊന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഒരു ദളിത് അത്ലറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് വലിയ രീതിയിലുള്ള റേപ്പ് അസോൾട്ട് അതില് ഫെലിസത്തിന്റെ കേസ് വേണമെങ്കിൽ ഫയൽ ചെയ്യാവുന്നതാണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതൊരു അത്ലറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. നാളെ ഇവര് പറയില്ല ആ കുട്ടിയുടെ ഡ്രസ്സ് കാരണമാണ് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നതെന്ന്. നാളെ നമ്മുടെ അത്ലറ്റിക് കോമ്പറ്റീഷൻസിന് പോകുന്ന കുട്ടികൾ ഇന്ന വസ്ത്രം ധരിച്ചേ പോകാവുള്ളൂ എന്ന് ഇവർ പറയില്ലേ? ഇതാണോ ഇവരുടെ അത് ആ കുട്ടിയുടെ തൊഴിലിടമാണ്. അതുപോലെ ഇത് പറയുമ്പോൾ അതിന്റെ ലാർജർ എന്താണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാഞ്ഞിട്ടല്ല. പക്ഷെ രാഹുൽ ഈശ്വർ വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതയുടെ പറയൂ മറുപടി.
ശരി, അതിന്റെ മറുപടി അനുജ മാഡം. ആദ്യം അനുജ മാഡം എന്റെ വരി മാറ്റി ചോദിക്കുകയുണ്ടായി. ഗാന്ധിജിയെയും മദർ തെരേസയും വിമർശിക്കുന്നത് പോലെയാണ് ഹണി റോസിനെ വിമർശിക്കുന്നതെന്ന്. ഗാന്ധിജിയുടെയും മദർ തെരേസയുടെയും വരിയിൽ പോലും രാഹുൽ ഈശ്വറിന്റെയോ ഹണി റോസിന്റെയോ നമ്മുടെ ആരുടെയും പേര് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മഹാത്മാഗാന്ധിയെ വിമർശിക്കാം, പക്ഷേ നമ്മുടെ നാട്ടിൽ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ന്യായം ഉണ്ടെന്നാണ്. അതുകൊണ്ട് ആ 3 പേരുകൾ നമ്മൾ ചേർത്ത് പറയരുത്, രാഹുൽ ഈശ്വറിന്റെ പേര് ചേർത്ത് പറയരുത്. ഇനി അടുത്തത്, നേരത്തെ ബാലവിയ ബെന്നി മാഡം എന്റെ ചരിത്രം പറഞ്ഞു. മാഡം ഞാൻ ബ്രാഹ്മണനാണ്, എന്ത് ചെയ്യാൻ പറ്റും, ആ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ്. പക്ഷേ ഇന്ത്യയുടെ ബഹുസ്വരതയിലും മതസൗഹാർദ്ദത്തിലും ബഹുസ്വര പാരമ്പര്യത്തിലും വിശ്വസിക്കുന്ന വ്യക്തിയുമാണ്. 2022 സെപ്റ്റംബർ 7 കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത കോടതിയിൽ തന്നെ കൗതുകമുള്ള ഒരു ചോദ്യം ഉയർത്തി. ആ ചോദ്യം ഇങ്ങനെയാണ്: റൈറ്റ് ടു ഡ്രസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു അൺഡ്രസ് കൂടിയാണോ? അതായത് വസ്ത്രധാരണത്തിലുള്ള സ്വാതന്ത്ര്യം വസ്ത്രധാരണം അഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണോ എന്ന്. ആ പർദ കേസിലൊക്കെയാണ് അദ്ദേഹം അത് ഉയർത്തിയത്. അതായത് ഈ റൈറ്റ് ടു ഡ്രസ്സിനെ എത്ര സ്ട്രെച്ച് ചെയ്യാം, ഇതാണ് ആ ബേസിക്കലി ചോദ്യത്തിന്റെ അർത്ഥം. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 21 തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ റൈറ്റ് ടു അല്ലെങ്കിൽ ഒരു വരി കൂടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് ലൈഫ് നമ്മൾ പറയുന്നത്. അതിന്റെ ഭാഗമായി ഡീസൻസി എന്നൊരു വാക്കുണ്ട്. ആ വാക്കിനെ സ്കോളറാണ് ശ്രീ പ്രമോദ് പുരങ്ങര അല്ലെങ്കിൽ മാളവിക മാഡം, ഇവർ രണ്ടും എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? ഡീസൻസി എന്നൊരു വാക്ക് തന്നെ അതിലുണ്ട്. അതായത് ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു കാര്യമുണ്ട്. മൊറാലിറ്റി എന്ന് പറയാത്ത മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സമയത്തിൽ അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ മാഡം ഒന്ന് പറയട്ടെ മാഡം എല്ലാ ജാതിയുടെ മതത്തിന്റെ കാര്യം മാഡം പറഞ്ഞിട്ട് ഞാൻ അതായത് ഈ ചർച്ചയില് മാഡം എല്ലാരും മനസ്സിലാക്കേണ്ട കാര്യം മാഡത്തെക്കാട്ടി എനിക്ക് ഉറച്ച് സംസാരിക്കാൻ പറ്റും. പക്ഷെ മാഡത്തിന്റെ സമയത്ത് ഞാൻ സംസാരിച്ചില്ല. അതൊക്കെ മര്യാദയാണ്. ആ മര്യാദ തിരിച്ചു കാണിക്കണം. ഈ ചർച്ചയിൽ തന്നെ ജാതിയെയും മതത്തെയും ബ്രാഹ്മണനെയും എല്ലാം കൊണ്ടുവന്നതിന് ശേഷം രാഹുൽ ഈശ്വർ ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. രാഹുൽ ഈശ്വറിന്റെ ബ്രാഹ്മണനോടാണ് 99% മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സപ്പോർട്ട് ചെയ്യുന്നത്. മാഡം വെറുതെ കമന്റുകൾ നോക്കിയാൽ മതി. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഡീസൻസി എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ ഭരണഘടനാ സങ്കല്പത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഡീസൻസി, പബ്ലിക് ഓർഡർ തുടങ്ങിയ കാര്യങ്ങൾ. ആ ഡീസൻസിയെ ഉയർത്തിപ്പിടിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഹണി റോസിനെ ഞാൻ ഒരു വരി കൊണ്ട് പോലും അസഭ്യം പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ഒരു വാക്കുകൊണ്ട് പോലും മോശം പറയുകയുമില്ല, പറയത്തുമില്ല. അല്ലെങ്കിൽ സെക്ഷലി കളേർഡ് റിമാർക്ക് പറയില്ല. പക്ഷേ ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കിക്കൂടെ? അത് ആർട്ടിക്കിൾ 19 റീസണബിൾ റെസ്ട്രിക്ഷൻ ആയി വരുന്ന ഡീസൻസി എന്ന സങ്കല്പത്തെ ഉയർത്തിപ്പിടിച്ച് ഹണി റോസ് വിമർശനത്തിന് അതീതയാണോ? എന്ത് തരം നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്? അതുകൊണ്ട് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹാത്മാഗാന്ധിയെ കയ്യിൽ മാത്രമല്ല മനസ്സിൽ പച്ച കുത്തുന്ന ഒരു ഗാന്ധിയനാണ് രാഹുൽ ഈശ്വർ. 100% സത്യസന്ധമായിട്ടേ പറയൂ. പറയുന്ന കാര്യങ്ങൾ നേരെ മുഖത്ത് നോക്കി പറയും, വളഞ്ഞു കെട്ടിയൊന്നും പറയില്ല. ഹണി റോസിനോടുള്ള വിമർശനം തുടരും, ബഹുമാനപരസ്പരമുള്ള വിമർശനം തുടരും. നാട്ടുകാരും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ഹണി റോസിനെ റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസം തുടരണം എന്നുള്ളതാണ്. ശരി, താങ്കൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കൊക്കെ മുന്നിൽ വന്നിരുന്ന് ഹണി റോസിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് താങ്കൾ ഇപ്പൊ പറയുന്നത് താങ്കൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നു. താങ്കൾ ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇങ്ങനെ നിരന്തരം വിമർശനം ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ്? 100% ബോബി ചെമ്മണ്ണൂർ തെറ്റാണെന്ന് ആദ്യം പറഞ്ഞ ഒരുപക്ഷെ ഞാനായിരിക്കും. ബോബി ചെമ്മണ്ണൂർ തെറ്റാണ്, ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ശരിയല്ല, അതിന് മാപ്പ് പറയണമെന്ന് ആദ്യം താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വർ? ഈ ബോബി ചെമ്മണ്ണൂർ ചെയ്ത തെറ്റ് അതിന് കാരണം ഉണ്ട് എന്ന് പറഞ്ഞത് ഹണി റോസിന്റെ തലയിൽ കെട്ടിവെക്കുകയും ഹണി റോസിനെതിരെ ഇപ്പോൾ അധിക്ഷേപം താങ്കൾ പറയുന്ന പോലെ ഒട്ടേറെ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത് താങ്കളാണോ? അപ്പോൾ താങ്കൾ എന്ത് ബോബി ചെമ്മണ്ണൂരിനെതിരെ അല്ല താങ്കളുടെ യഥാർത്ഥത്തിലുള്ള വിമർശനം? അതിനെ എതിർക്കുന്നു അല്ല മാഡം, ഹണി റോസിനോടൊപ്പമാണ്, ഹണി റോസിന്റെ കുടുംബത്തിനോടൊപ്പമാണ്. എന്റെ സപ്പോർട്ട് ഒന്നും അവർക്ക് വേണ്ട, അങ്ങനെ ഉദ്ദേശമല്ല പറയുന്നത്. ഹണി റോസും കുടുംബവുമാണ് ഇപ്പോൾ ഏറ്റവും വലിയ മനോവ്യഥയിലൂടെ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ കുറിപ്പ്, ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു എന്ന ആദ്യത്തെ വരി താങ്കൾ കണ്ടില്ലേ രാഹുൽ ഈശ്വർ? ഞാൻ കണ്ടു മാഡം, അതുകൊണ്ടാണ് അവരുടെ വിഷമത്തോട് ചേർന്ന് നിൽക്കുമെന്ന് പറയുന്നത്. എനിക്ക് ഒരു പോയിന്റേ ഉള്ളൂ, ഒരു ന്യൂവാൻസ് നമ്മുടെ ഡിബേറ്റുകളിൽ വേണം. ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്ന ആറ്റിറ്റ്യൂഡ് നമുക്ക് എടുക്കരുത്. ഒരു മധ്യപാത പോസിബിൾ ആണ്. എക്സ്ട്രീം ലിബറലായി നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ സമൂഹത്തെ കാണൂ എന്ന് പറയരുത്. നിങ്ങൾ ലിബറലുകളെ പോലെ ഞങ്ങൾ കൺസർവേറ്റീവുകളും ഈ നാട്ടിലില്ലേ? പ്രമോദ് പുഴങ്കർ സാർ പറയുമോ ഞങ്ങൾക്ക് കൺസർവേറ്റീവ് ആയതുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ അവസരമില്ലെന്ന്? നെഹ്റുവിയൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ നെഹ്റുവിയൻ സങ്കല്പങ്ങളെ ബഹുമാനിക്കുന്നു. പക്ഷേ ഗാന്ധിയൻ ചിന്താധാരകളുമില്ലേ? ഗാന്ധിജി
ലിബറൽ ആയിരുന്നോ? ഗാന്ധിജി കൺസർവേറ്റീവ് ആയിരുന്നില്ലേ? ഗാന്ധിജി ലെഫ്റ്റ് ലിബറൽ ആയിരുന്നോ? റൈറ്റ് കൺസർവേറ്റീവുകളോട് സംസ്കാരപരമായി ചേർന്ന് നിന്ന വ്യക്തിയല്ലേ? അപ്പൊ ഈ നാട്ടിൽ സാംസ്കാരിക പരിസരം ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വിമർശിക്കാനുള്ള സ്പേസ് എങ്കിലും ബാക്കി വെക്കണം. ഹണി റോസ് വിമർശനത്തിന് അതീതയാണ് എന്ന തെറ്റിദ്ധാരണ നമ്മൾ ഉണ്ടാക്കരുത്. ബോച്ചയെ നിങ്ങൾ വിമർശിക്കൂ, ബോച്ചെ ചെയ്ത് തെറ്റാന്ന് പറയൂ. ഒരു വരി കൂടെ പറയാം. ബോച്ചയെ ന്യായീകരിക്കാൻ വേണ്ടി കുന്തി എന്നുള്ളത് ഷഫാഖ് നാസാണ് എന്ന് രാഹുൽ ഈശ്വറോ ആരും പറഞ്ഞില്ല. അങ്ങനെ ഒരു സ്ത്രീ ഒറിജിനലി ഉണ്ട്. ബോച്ചയോട് ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? പൊതു ഇടവല്ലേ, ശ്രദ്ധിക്കണ്ടേ? രാമൻപിള്ള സാർ വഴി ബോച്ചെ പറഞ്ഞത് തെറ്റായി പോയി സാർ, ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല. ഇനി അതിന്റെ പേര് 3 വർഷം ആ മനുഷ്യനെ ജയിലിലിടണോ? പക്ഷേ രാഹുൽ ഈശ്വർ, ഞാനിപ്പോ ഒരു കാര്യം ഇപ്പൊ ഈ അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു രാമൻപിള്ളയേക്കാൾ കൂടുതൽ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളാണ് എന്ന്. കാരണം ഈ ഇതിലൊരു വസ്ത്രധാരണത്തിന്റെ പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള പോയിന്റ് ഒന്നും അവിടെ രാമൻപിള്ള ഉന്നയിച്ചതായി നമുക്കറിയില്ല. കോടതിയിലേക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ താങ്കളാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അത് പറയുന്നതിന്റെ ഒരു കാരണം കൂടെ ഞാൻ അതിന്റെ ഒരു കാരണം കൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ 2 വർഷമായിട്ട് അനുജാജി ഈ നാട്ടിലുള്ള പ്രധാന സാംസ്കാരിക ഡിബേറ്റ് എല്ലാം എടുത്തു നോക്കൂ. ഞാൻ പറഞ്ഞ നിലപാടുകൾ ശരിയും അനുജ മാഡം അടക്കം പറഞ്ഞ നിലപാടുകൾ തെറ്റാന്നും കാണാം. സിദ്ദിഖിന്റെ കാര്യത്തിൽ, ഉമർ ലുലുവിന്റെ കാര്യത്തിൽ, എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ വേറെ വിജയ് ബാബുവിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കേസും, അല്ലെങ്കിൽ നിവിൻ പോളിയുടെ കാര്യത്തിൽ മനസ്സിലാവുന്നില്ല. ഞാനൊരു വേഗം ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം വേഗം എത്താം. തിരികെ എൻകൗണ്ടർ പ്രൈമിലേക്ക്. ഡോക്ടർ മാളവിക, താങ്കൾ പലതവണ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അത് എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രമോദ് പുഴങ്കരയിലേക്ക് പോകും. ഞാൻ പറയാൻ ശ്രമിച്ചതാണ്, ബ്രാഹ്മണനും ബ്രാഹ്മണവാദവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളൊരു ബേസിക് കാര്യം രാഹുൽ ഈശ്വർ അതറിയാത്തത് കൊണ്ടൊന്നും ആയിരിക്കില്ല ഇങ്ങനെ ചർച്ച വഴിതെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. ബ്രാഹ്മണവാദം എന്ന് പറയുന്ന ജീർണിച്ച മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള വാദങ്ങളെ ഇന്നും സമൂഹത്തിൽ പെർപെട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനോടാണ് നമ്മൾ എതിർക്കുന്നത്. അത് എക്സ്ട്രീംലി റിഗ്രസീവ് ഒരു സ്റ്റാൻഡ് എന്ന് മാത്രമല്ല, അത് ഇവിടെ എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യത്തിനും, അത് സ്ത്രീ സ്വാതന്ത്ര്യം മാത്രമല്ല, ദളിത് സ്വാതന്ത്ര്യത്തിനും ഇന്ത്യയുടെ പുരോഗമനത്തിനും എല്ലാം എന്തൊരു ബാരിയർ ആയിട്ട് നിൽക്കുന്ന, ഒരു തടയായിട്ട് നിൽക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രാഹ്മണവാദവും മനുവാദത്തിൽ നിന്ന് സ്റ്റെം ചെയ്യുന്നതാണ്, അതിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് ഈ വാദങ്ങളെന്ന് രാഹുൽ ഈശ്വരെ പോലെയുള്ള മറ്റുള്ളവരും മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള വാദങ്ങൾ ഒരു മെയിൻ സ്ട്രീം ടെലിവിഷൻ വന്ന് വീണ്ടും ഇത് തന്നെയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ ദിവസങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ലീഗൽ ഗാഗ് ഓർഡർ ഇദ്ദേഹത്തിന്റെ മുകളിൽ വലിയ ആവശ്യമായിട്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം ചെയ്യുന്നത് കുറെ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളെ സൃഷ്ടിക്കുക എന്നുള്ള വലിയൊരു സോഷ്യൽ ക്രൈമാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനവധി പഠനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതായത് ഇപ്പം നമുക്ക് പറഞ്ഞു തീർത്തോട്ടെ. അനവധി പഠനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ റേപ്പ് ജസ്റ്റിഫൈ ചെയ്യുന്നവര്, സെക്ഷുവലി ചാർജ്ഡ് ആയിട്ടുള്ള റിമാർക്സ് ജസ്റ്റിഫൈ ചെയ്യുന്നവര് അവസാനം അത് കൾമിനേറ്റ് ചെയ്ത് ചെന്ന് നിൽക്കുന്നത് റേപ്പിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതീവ ജാഗരൂകരായിട്ട് നിൽക്കേണ്ട, ഒരു സമൂഹം എന്ന നിലയിൽ അതീവ ജാഗരൂകരായിട്ട് നിൽക്കണം. നേരത്തെ ഇവിടെ ഇദ്ദേഹം ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കുക. സിദ്ദിഖിന്റെ കേസിൽ വിധി വന്നിട്ടില്ല, വിജയബാബുവിന്റെ കേസിൽ വിധി വന്നിട്ടില്ല, ദിലീപിന്റെ കേസിൽ വിധി വന്നിട്ടില്ല. എന്നിട്ട് ഇവർക്കെല്ലാം അങ്ങ് ഒറ്റയടിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ അലജ്ഡ് പീഡകരെന്ന് എന്ന് അലിഗേഷൻ വന്നിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഒരേ ചരടിക്കെട്ടിൽ അവരെ എല്ലാം തന്നെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള, അതുകൊണ്ട് തന്നെ എന്ന് നമ്മൾ സംശയിക്കുന്ന മാത്രമല്ല, അത് തെളിയിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം ഇത്രയും ദിവസമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ ഒരു കൺസേൺ സമൂഹമുണ്ട്. ചെയ്യും. ആ ഒരു വാദത്തിനെതിരെയാണ് നമ്മൾ കുറെ കൂടെ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. സിദ്ദിഖും ദിലീപും ഒക്കെ മോശക്കാരാണ് എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയാൻ വന്നിട്ട് പകുതി വെച്ച് നിർത്തി മാറ്റി അലിഗേഷൻ ആണ്, ആരോപിതരാണ് എന്ന് മാഡം പറയുന്നത് എന്റെ ക്രെഡിറ്റ് ആയിട്ട് ഞാൻ അവരൊക്കെ ഇപ്പോൾ കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്ന തരത്തിലാണല്ലോ താങ്കൾ സംസാരിക്കുന്നത്. അവർ എന്താണ് കോടതി പറയാനുള്ളത് എന്നുള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ശരി,
ഞാൻ പറഞ്ഞു അതിന് പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ, പെട്ടെന്ന് ഒരു ഒറ്റ വരിയിൽ പറയാം. നിവിൻ പോളിക്കെതിരെ എടുത്ത കേസ് കള്ളക്കേസാണെന്ന് പോലീസ് പത്രക്കാരൻ നിവിൻ പോളിക്കെതിരെ കള്ളപ്പരാതി നിവിൻ പോളി കുറ്റക്കാരനാണെന്ന് നമ്മൾ പറഞ്ഞോ? അങ്ങനെ എവിടെയെങ്കിലും ഒരു ചർച്ച താങ്കൾ കേട്ടോ? ഒരു പരാതി കൊടുത്തുവെങ്കിൽ അത് വാർത്തയായി നമ്മൾ നൽകിയിട്ടുണ്ട്. രാഹുൽ ഈശ്വർ, താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി കൊടുത്തു എന്ന് പറയുന്നു, അതിനുശേഷം അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ടപ്പോൾ അതും കൃത്യമായി തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ നിവിൻ പോളിക്കെതിരെ നമ്മൾ എന്താണ് പറഞ്ഞത്? കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ചർച്ച നടത്തിയോ? ഇത് കോടതി തീരുമാനിക്കട്ടെ. ഇപ്പോൾ താങ്കൾ പറയുന്ന ആളുകളുടെ പേരുകൾ, താങ്കൾ നേരത്തെ കുറച്ച് ആളുകളുടെ പേരുകൾ പറഞ്ഞല്ലോ. അല്ല, ഞാൻ പറയുന്ന കേൾക്കൂ. താങ്കൾ നേരത്തെ കുറച്ച് ആളുകളുടെ പേരുകൾ പറഞ്ഞല്ലോ. അവരുടെയൊക്കെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞതും എടുത്തുകൊണ്ട് പോയല്ലോ എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? എന്റെ ചോദ്യം വളരെ ഷാർപ്പാണ്. എന്റെ ചോദ്യം വളരെ പ്രിസൈസ് ആൻഡ് ഷാർപ്പാണ്. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാന്ന് പോലീസ് പറഞ്ഞു. ആ പെൺകുട്ടിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തോ? ഉമ്മൻചാണ്ടി സാറിനെതിരെ സരിത കൊടുത്തത് കള്ളപ്പരാതിയാന്ന് തെളിഞ്ഞു. സരിതയ്ക്കെതിരെ ആക്ഷൻ ഉണ്ടായോ? ഈ നാട്ടിലെ മുഖ്യമന്ത്രിയായ ആണിന് പോലും നീതി കിട്ടുന്നില്ല. ഈ സാധാരണ ആണുങ്ങൾക്ക് എങ്ങനെ നീതി കിട്ടും? മുഖ്യമന്ത്രിയായ ഏറ്റവും വലിയ ജനകീയനായ ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത സ്ത്രീക്കെതിരെ പോലും ആക്ഷൻ എടുക്കാൻ കഴിയാത്ത ഒരു നിയമസമൂഹമാണ് നിൽക്കുന്നത്. നിവിൻ പോളിക്കെതിരെയുള്ള പരാതി കള്ളമാണെന്ന് പറഞ്ഞു. ആ സ്ത്രീക്കെതിരെ കേസുണ്ടോ? ഞങ്ങൾ ആണുങ്ങൾ എന്താ ആർക്കും കൊട്ടാന്ന് ചെണ്ടയാണോ? ഇവിടുത്തെ ആണുങ്ങൾക്ക് ഒരു റൈറ്റും ഇല്ലേ? ഈ നാട്ടിൽ ആണുങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് വീട്ടിൽ അമ്മയും വരുന്നില്ലേ? ശരി, ഏതായാലും ഈ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഇത്ര ആർജവത്തോടെ വരുന്നു എന്ന് കാണുന്നതിൽ നമുക്കൊക്കെ സന്തോഷമുണ്ട്. വീണ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുൻപ് അഡ്വക്കേറ്റ് പ്രമോദ്, എന്താണ്? അല്ല, ആദ്യം വിഷയത്തിലേക്ക് കടക്കുന്നതിന് ഒറ്റ കാര്യം പറയാം. ഒരു ചർച്ചയിൽ അതിൻ്റെ ജനാധിപത്യപരമായ മര്യാദകൾ പാലിക്കാതെ ബഹളം കൂട്ടുന്നവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർച്ചയായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് ബാക്കി ചർച്ചയിൽ ഇതേ ടാക്റ്റിക്കൊക്കെ പല രീതിയിൽ നമ്മൾ ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത് ചെയ്യാതിരിക്കുന്നത് ഒരു ഡെമോക്രാറ്റിക് ഡീസൻസി കൊണ്ടാണ്. അതുകൊണ്ട് ബഹളം കൂട്ടുന്നവർ എപ്പോഴും ഈ ഇങ്ങനെ ചർച്ചയുടെ സമയം എടുക്കുകയും ബാക്കിയുള്ളവരിങ്ങനെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് അതല്ല അതിൻ്റെ ശരി എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചർച്ച അങ്ങനെയാണ് പോകേണ്ടത്. ഒരു ജസ്റ്റിഫൈബിൾ പ്രൊപ്പോർഷൻ of time should be allowed to everybody in the discussion. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിലെ ഇപ്പോൾ ഈ കുറേ കണ്ടംപററി ഈ കാര്യങ്ങളല്ല പറഞ്ഞതിലേക്ക് കടക്കുകയില്ല. ആദ്യം ഇവിടെ പറഞ്ഞല്ലോ ഈ ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഡീസൻസി ആൻഡ് മൊറാലിറ്റി കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നതാണ്, അത് നമ്മൾ ആദ്യം പറഞ്ഞു. രണ്ടാമത് ഇപ്പോൾ ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് നിരന്തരമായി ഞങ്ങളിങ്ങനെ റൈറ്റ് കൺസർവേറ്റീവുകൾക്ക് ജീവിക്കേണ്ട, ആണുങ്ങൾക്ക് ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് ആരും നിങ്ങളെ പിടിച്ചു തിന്നാനൊന്നും വരുന്നില്ല. ആളുകൾ വസ്ത്രം കുറച്ച് ധരിക്കുന്നവരും കൂടുതൽ ധരിക്കുന്നവരും എന്ന മട്ടിൽ നിങ്ങളുടെ ഒന്നും ഒരു റൈറ്റിൻ്റെ മുകളിലുമല്ല അവരൊന്നും വസ്ത്രം ധരിക്കുന്നത്, നിങ്ങൾക്ക് അവരുടെ മുകളിലുമില്ല. ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ നിരവധിയായിട്ട് കാണാം. ഈ മാറിടം മറയ്ക്കുന്ന പരിപാടിയോടുള്ള എതിർപ്പ് സത്യത്തിൽ ഈ സദാചാരവാദികൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആളുകൾക്കായിരുന്നു. നമ്മൾ നോക്കിയാൽ അറിയാം, ഈ CV കുഞ്ഞിരാമൻ്റെ ഭാര്യ, CV കുഞ്ഞിരാമനെ നിങ്ങൾക്കറിയാം എന്നുള്ള മട്ടിലാണ് ഞാൻ ഈ പറയുന്നത്. കേൾക്കുന്നവർക്കും ഈ ഇവിടുത്തെ റൈറ്റ് കൺസർവേറ്റീവിനും ഒക്കെ അറിയാമല്ലോ. CV കുഞ്ഞിരാമൻ്റെ ഭാര്യ പറയുന്നുണ്ട് അവർക്കൊരു ബ്ലൗസ് ധരിക്കണമെങ്കിൽ അവരുടെ CV കുഞ്ഞിരാമൻ്റെ അമ്മ പറയുന്നത് നീ ഇപ്പോൾ ബ്ലൗസൊക്കെ ധരിച്ചിട്ടാണോ വരുന്നത്, ഊരി വെക്ക് ബ്ലൗസ്, ഇതുപോലുള്ള വൃത്തികെട്ട ബ്ലൗസും ധരിച്ചിട്ട് ഞങ്ങളുടെ മാനം കെടുത്തുകയാണോ എന്നുള്ള മട്ടിലാണ് CV കുഞ്ഞിരാമൻ്റെ ഭാര്യയോട് CV കുഞ്ഞിരാമൻ്റെ അമ്മ പറയുന്നത്. എന്നിട്ട് ഇവർ വളരെ ലജ്ജയോടുകൂടി ഈ ബ്ലൗസ് ധരിക്കുന്നത് അവരുടെ ഭർത്താവിന് വേണ്ടി രാത്രിയിലാണ് ബ്ലൗസ് ധരിച്ച് അവർ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് മാറിടം മറയ്ക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു മോശപ്പെട്ട പ്രവൃത്തിയായിട്ട്, സദാചാര വിരുദ്ധ പ്രവൃത്തിയായിട്ട് കരുതുന്ന ഒരു സ്ഥലത്താണ് നമ്മളുണ്ടായിരുന്നത്. ബ്രാഹ്മണന്മാർക്ക് മുമ്പിൽ നായർ സ്ത്രീകൾക്ക് മാറിടം മറയ്ക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ നാട്ടിൽ. റോബിൻ ജെഫ്രിയുടെയൊക്കെ നിരവധി, ജെഫ്രി മാത്രമല്ല ഈ കേരളത്തിൻ്റെ ചരിത്രവും ഇവിടുത്തെ സഞ്ചാരികൾ എഴുതിയ ചരിത്രവും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ മാറിടം മറയ്ക്കുക എന്നുള്ളൊരു പരിപാടി, ബ്രാഹ്മണന്മാർക്ക് മുമ്പിൽ മാറിടം മറയ്ക്കുക എന്നുള്ളൊരു പരിപാടി വളരെ ആക്ഷേപാർഹമായ ഒന്നായിട്ടാണ് സ്ത്രീകൾ അങ്ങനെ ചെയ്താൽ കണ്ടിരുന്നത്. ഇപ്പോൾ ഞാനൊരു റൈറ്റ് കൺസർവേറ്റീവ് ബ്രാഹ്മണാണെന്ന് പറയുന്ന ഇവിടുത്തെ അദ്ദേഹം പോലും പറയുന്നത് എന്തുകൊണ്ട് മാറിടം മറയ്ക്കുന്നില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. ചരിത്രത്തിൽ ഇങ്ങനെ സമ്മർസോൾട്ട് അടിച്ച് തിരിച്ചു വരുന്ന സദാചാരവാദികൾക്ക് വേണ്ടി തങ്ങളുടെ ശരീരം എങ്ങനെയാണ് കാഴ്ചവെക്കേണ്ടത്, തങ്ങൾക്ക് എങ്ങനെയാണ് പ്രദർശിപ്പിക്കേണ്ടത് എന്നുള്ള ചരിത്ര ഭാരത്തിൽ നിന്നും സ്ത്രീകൾ മുക്തി നേടുന്ന ഒരു പരിപാടിയെക്കുറിച്ചാണ് നമ്മൾ ജനാധിപത്യമെന്നും ജെൻഡർ ഇക്വാലിറ്റി, ലിംഗനീതി എന്നുമൊക്കെ പറയുന്നത്. അതങ്ങനെ വെറുതെ കിട്ടിയതല്ല.
ഇവിടെയല്ല, സമരം ചെയ്ത് കിട്ടിയതാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും, ചരിത്രത്തിൽ എല്ലായിടത്തും അങ്ങനെയാണ്. 1920കളിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന അതോറിറ്റീസ് നടത്തിയിരുന്ന ഒരു പരിപാടിയുടെ പേരാണ് ബീച്ച് പോലീസ്. ഈ ബീച്ച് പോലീസ് എന്താണെന്ന് പറയുക ചെയ്തിരുന്നത്, അമേരിക്കയിലെ ബീച്ചിൽ വന്നിരുന്ന സ്ത്രീകൾക്ക് അവരുടെ ബിക്കിനി പോലുള്ള വസ്ത്രങ്ങളുടെ അളവെടുക്കുകയാണ്. ഇത്ര അളവിൽ കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്നായിരുന്നു. ഇതൊക്കെ മാറിപ്പോയത് നിരവധി സമരങ്ങൾ ചെയ്തിട്ടാണ്. അങ്ങനെയുള്ള ഒരു കാലത്തിൻ്റെ പിന്നിലേക്ക് നടന്നു പോവുകയും ചരിത്രത്തിൽ പുറകിലേക്ക് നടക്കുകയും ചെയ്യണമെന്ന് ഇവിടെ വന്നിരുന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് സ്ത്രീകൾ പറയുന്നത്. പിന്നെ ഇവിടെ പുരുഷന്മാരുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു. പുരുഷന്മാരുടെ അവകാശങ്ങളെ സ്ത്രീകളുടെ വസ്ത്രധാരണം ഒരു തരത്തിലും ഹനിക്കുന്നില്ല. പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും അവകാശം ഈ രാജ്യത്ത് ഇല്ലതാനും. എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശം തന്നെയാണ് അവർക്കുള്ളത്. എന്നാൽ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് അവകാശമുണ്ടോ? സ്ത്രീകൾക്ക് പ്രത്യേകമായ ചില പരിരക്ഷ ഈ സമൂഹം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മുടെ ഭരണഘടനയടക്കം, എന്തുകൊണ്ടാണ് നമ്മളുടെ ഭരണഘടന കോടതികളടക്കം നിയമങ്ങളടക്കം കൊണ്ടുവരുന്നത്? ദളിതരാകട്ടെ, സ്ത്രീകളാകട്ടെ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളാവട്ടെ, അവർക്ക് പ്രത്യേക പരിരക്ഷ കൊടുക്കേണ്ടി വരുന്നത് അവരെ ചൂഷണം ചെയ്യുന്ന, അവരെ രണ്ടാം കിട മനുഷ്യരാക്കി മാത്രം കാണുന്ന, മനുഷ്യർ പോലുമല്ലാത്ത രീതിയിൽ കാണുന്ന ഒരു സാമൂഹ്യ സംവിധാനത്തിൻ്റെ, രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അടിയിൽപ്പെട്ട് നൂറ്റാണ്ടുകളായി കഴിഞ്ഞ മനുഷ്യരാണ് അവർ എന്നുള്ളത് കൊണ്ട് അവരുടെ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് നിയമപരമായ പരിരക്ഷ പോലും കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിൽ, അവരെ അപഹസിക്കുന്ന രീതിയിൽ, അവരുടെ സാമൂഹ്യ നിലയെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള പരാമർശങ്ങളടക്കം വരുമ്പോൾ അതിനെ തടയുന്നതിനാണ് ഈ രാജ്യത്ത് നിയമങ്ങളുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോ പുതിയ അവരുടെ കുറിപ്പിൽ ഒരു വരിയുണ്ട്. തുടർച്ചയായിട്ട് എന്താണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത്? ഓർഗനൈസ് ക്രൈം എന്ന് പറയുന്നു. ഒപ്പം തന്നെ തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് ഇത് തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ എന്താണ് അതിൻ്റെ പരിണിത ഫലം? പരാതിയുമായി സ്ത്രീകൾ മുന്നോട്ട് വരാൻ മടിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ഇത്തരം ആക്രമണങ്ങളൊക്കെ, സൈബർ ആക്രമണങ്ങളും സൈബർ ബുള്ളിങ്ങും ഒക്കെ നേരിടുന്ന സ്ത്രീകൾ മുന്നോട്ട് വരുന്നവർ എത്രയുണ്ടെന്ന് നമുക്കറിയാം. മുന്നോട്ട് വന്നിട്ടുള്ളവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. എന്തെങ്കിലും നടപടി അതിലേക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ വിഷയത്തിൽ അത് സത്വരമായി തന്നെ നടപടി ഉണ്ടായി എന്നുള്ളത് നമുക്ക് സന്തോഷകരവുമാണ്, പ്രതീക്ഷ നൽകുന്നതുമാണ്. എന്നാൽ അങ്ങനെ പരാതി കൊടുത്ത് കോടതിയിലേക്കൊക്കെ പോയി ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് ആരോപണ വിധേയൻ. അങ്ങനെ ഒരു വിഷയത്തിലാണ് രാഹുൽ ഈശ്വർ ഈ തരത്തിലേക്ക് നിലപാട് സ്വീകരിക്കുന്നത്. ഇത് എന്ത് സന്ദേശം നൽകുന്നു? പ്രത്യേകിച്ച് ഇത്തരം ആക്രമണം നേരിടുന്ന സ്ത്രീകൾക്ക് ഇനി ഞങ്ങൾ കാരണം ഇത് തരുന്നൊരു മാനസിക സമ്മർദ്ദം, മാനസിക വ്യഥയുണ്ടല്ലോ, ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്കെന്ന് ഹണി റോസ് തന്നെ പറയുകയാണ്. തീർച്ചയായും നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന ദിവസത്തിന് തൊട്ട് മുമ്പിലത്തെ ദിവസം വൈകിട്ട് ഏതാണ്ട് ഈ സമയത്തോടു കൂടിയാണെന്ന് തോന്നുന്നു നമ്മളൊക്കെ പത്തനംതിട്ടയിൽ 64 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ, ഒരു സ്പോർട്സ് രംഗത്തുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചൊരു വാർത്ത കേട്ടിരുന്നു. തൊട്ടടുത്ത ദിവസം നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നത് മലയാളത്തിലെ പ്രശസ്തയായ ഒരു താരത്തിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച്, അവരുടെ ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ച്, എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചുള്ള രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളുടെ ലെക്ചറാണ് എല്ലാ ചാനലുകളും തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ തങ്ങൾക്ക് നേരിടുന്ന അപമാനങ്ങളെ ഒക്കെ പുറത്തിറങ്ങി പറയാൻ, നിയമം മൂലം അവർക്ക് ലഭിക്കേണ്ട പരിരക്ഷ ഉറപ്പുവരുത്താൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും പോകാനോ മറ്റുള്ളവരോടൊന്നും മനസ്സ് തുറന്ന് ഷെയർ ചെയ്യാനോ പോലും പറ്റാതെ വിങ്ങി പൊട്ടിപ്പോകുന്ന 2025 കടന്ന് നമ്മൾ പോവുകയാണെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ശ്രീ രാഹുൽ ഈശ്വർമാരെ പോലുള്ളവർ കൂടി അതിന് പ്രതികളാണ്. അത്തരത്തിലുള്ള പ്രതികളെ പ്രതിരോധിക്കാൻ സ്ത്രീകൾ ഒരു സംഘടിത ശക്തിയായി തന്നെ ഇറങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തിനാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം എല്ലാ ചാനലുകളിലും പല ചർച്ചകളിലും അതോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. നടി ആക്രമിക്കപ്പെട്ട കേസ് അടക്കമുള്ള കേസുകൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. കേരളത്തിൻ്റെയും അതുപോലെ ഇന്ത്യയുടെയും ഒക്കെ പൊതുസമൂഹം വളരെയധികം ശരിയല്ല എന്ന് മാനസികമായി വിലയിരുത്തുന്ന കേസുകളിൽ പോലും ആ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി അവരാണ് ശരി, അവരുടെ ഭാഗം വാദിക്കാൻ വേണ്ടി ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് രാഹുൽ ഈശ്വർമാർ. അങ്ങനെയുള്ള ഇവിടെ വാദിക്കാൻ ആരുമില്ല, അതുകൊണ്ട് അവരുടെ പ്രതിനിധിയായി രാഹുൽ ഈശ്വർ ഉണ്ട് പറഞ്ഞത് കേട്ടില്ലേ? അതെ.
പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇപ്പൊ പാർലമെന്റ് ആക്രമണമോ താജ് ഹോട്ടൽ ആക്രമണമോ ഒക്കെ ഈ കാലത്താണ് നടക്കുന്നതെങ്കിൽ അജ്മൽ കസബുവാർക്ക് വേണ്ടി പോലും വക്കാലത്തെടുത്തുകൊണ്ട് ഇതുപോലുള്ള രാഹുൽ ഈശ്വർമാർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമോ എന്ന് പലരും ആ തരത്തിൽ പോലും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആണുങ്ങൾക്ക് ശബ്ദമില്ല എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനരഹിതമാണ്. കഴിഞ്ഞ ദിവസം 64 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച വാർത്തയാണ് നമ്മൾ കേട്ടത്. 64 സ്ത്രീകൾ ചേർന്ന് ഒരു പുരുഷനെ പീഡിപ്പിച്ച വാർത്തയല്ല ഒരു ചാനലുകളിലും സ്ക്രോൾ ചെയ്ത് പോയത്. ഇന്ന് ഹണി റോസ് പങ്കുവച്ചിരിക്കുന്ന ആ പോസ്റ്റിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആത്മഹത്യയിലേക്ക് പോലും ഞങ്ങളെ തള്ളിവിടുന്ന തരത്തിലുള്ള സൈബർ തെമ്മാടിക്കൂട്ടം എന്ന് വേണം നമ്മൾ പറയും. ഒരു സൈബർ തെമ്മാടിക്കൂട്ടത്തിന് നേതൃത്വം നൽകുകയാണ് ശ്രീ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ. ഈ സൈബർ തെമ്മാടിക്കൂട്ടം ബോച്ചയുടെ പടവും ഇട്ടുകൊണ്ട് ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ഹണി റോസുമാരെ വീണ്ടും 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 അധിക്ഷേപിക്കുകയാണ്. ഞാൻ പറയുന്നു, ഇതൊരു ഹണി റോസിന്റെയോ ഒരു ബോച്ചയുടെയോ മാത്രം വിഷയമല്ല. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു ഹണി റോസിനെയും ബോച്ചയെയും കുറിച്ചാണ് എങ്കിൽ നമ്മൾ കാണാത്ത ഒരു വിഷ്വൽ സ്പേസിലും ചർച്ചയ്ക്ക് പോലും വരാൻ കേൾപ്പില്ലാതെ പോയ 1000 ഹണി റോസുമാരുടെയും അധമന്മാരായിട്ടുള്ള 1000 ബോച്ചമാരുടെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 2025 നമ്മൾ തിരിഞ്ഞ് പിന്നോട്ട് നടക്കണം എന്നാണ് രാഹുൽ ഈശ്വർമാർ വാദിക്കുന്നതെങ്കിൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ സ്ത്രീ സമൂഹം തയ്യാറാകണം, തെരുവിലേക്ക് ഇറങ്ങണം. വീണയുടെ നേതാവ് കൂടിയായ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം വേട്ടയാടിയ സരിതയ്ക്കെതിരെ ഒരു കേസ് എടുക്കണമെന്ന് വീണയ്ക്ക് തോന്നിയിട്ടില്ലേ? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണമെന്ന് ഒരു ഫെമിനിസ്റ്റെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസിൽ തന്നെയുള്ള പ്രഗത്ഭനായ സാമാജികനെ കള്ളക്കേസിൽ കൊടുക്കാൻ അവസാനം ഇത് വെറും സിനിമാ കഥയാണെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞ കേസിൽ എൽദോസിനെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും വീണയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ ആണുങ്ങൾ എന്താ രണ്ടാനമ്മ പെറ്റുണ്ടായതാണോ? ഞങ്ങൾക്ക് ഈ നാട്ടിൽ അവകാശമില്ലേ? ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ കേസ് വന്നാൽ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീപക്ഷവാദികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കോടതി അനുകൂലിച്ചാലെങ്കിലും ഉമ്മൻചാണ്ടി സാറിനെങ്കിലും ആ നീതി കിട്ടിയിട്ടുണ്ടോ? ആ മനുഷ്യൻ, അതായത് ജാതിഭേദം മത രാഷ്ട്രീയ ഭേദമന്യേ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിക്ക് നേരെ പോലും അത്ര വലിയ വേട്ടയാടൽ നടന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീപക്ഷവാദികൾ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്തോ? എന്താ കാര്യം? ഇവിടെ ആണുങ്ങളെ ആർക്കും വേണ്ട. ഞങ്ങളുടെ പുറത്ത് കുതിര കയറുന്നതാണ് ഇവിടെ പുരോഗമനം. പുരുഷ വിരോധമാണ് പുരോഗമനമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ ലിബറൽ ഫെമിനിസ്റ്റ് വാദഗതിയാണ് അപകടം. ഫെമിനിസ്റ്റുകളെ ബഹുമാനിക്കുന്നു, യോജിക്കുന്നൊന്നുമില്ല. റൈറ്റ് കൺസർവേറ്റീവ് പറയുന്നത് നമുക്ക് സമത്വം വേണം, നമ്മുടെ ഇടയിൽ സൗഹാർദ്ദം വേണം. ആലോചിക്കുക, ഉമ്മൻചാണ്ടി സാറിന് നീതി കൊടുക്കാൻ കഴിയാത്ത ഈ നാട്ടിൽ സാധാരണക്കാർക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നു, കോൺഗ്രസിന്റെ എൻ്റെ നേതൃത്വത്തിനെതിരെ വ്യാജ പരാതി വന്നു. ഈ അടുത്തിടയ്ക്ക് ഒരു സ്ത്രീ 11 നമ്മൾ ചർച്ച ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയമാണല്ലോ. ബോബി ചെമ്മണ്ണൂർ നിലവിൽ എവിടെയാണുള്ളത്? ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കിടക്കുകയാണ്. കോടതിയിലേക്ക് പോയി, അത് ജാമ്യാപേക്ഷ തള്ളി. അതിനുശേഷം അടിയന്തരമായി പരിഗണിക്കണമെന്ന് കോടതിയോട് പറയുമ്പോൾ അങ്ങനെ അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ല, ജയിലിൽ കിടന്നോളൂ എന്ന് പറഞ്ഞ കോടതി ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. ഇനിയിപ്പോ ചൊവ്വാഴ്ചയോ മറ്റോ ആണ് ഹർജി പരിഗണിക്കാൻ പോകുന്നത്. അതുവരെ ജയിലിൽ കിടക്കും. പിന്നീട് കോടതി എന്ത് പറയും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പൊ താങ്കൾ ഈ പറയുന്ന വാദങ്ങൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ അനുജ മാഡം, ഞാൻ ഒരു നമ്മൾ ചർച്ച ചെയ്യുന്നെങ്കിൽ 60 പേര് ചേർന്ന് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് 2ഓ 3ഓ പ്രാവശ്യം വീണ പറഞ്ഞപ്പോ വളരെ ബഹുമാനത്തോടെ കേട്ടിരുന്നല്ലോ. എന്തേ വീണയോട് പറയാത്തത്? ആ 60 പേർ ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിച്ച പോയിന്റുകളില്ലാതെ വരുമ്പോ തിരിച്ചു മറുപടി പറയാ. ഇനി വീണയുടെ മറുപടി എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് വീണ ഒരുപാട് മറുപടി കേൾക്കാൻ താങ്കൾ സാറിനെതിരെ മറുപടി പറയട്ടെ. അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം. ഞാൻ ഉത്തരം പറയാം. ഉമ്മൻചാണ്ടി സാറിനെതിരെ ആ സ്ത്രീ പരാതി പറഞ്ഞ് വലിയ വിവാദമായി മാറിയപ്പോൾ സ്വന്തമായി കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ കമ്മീഷന് മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമായിട്ടിരുന്ന മഹാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കാലം തെളിയിച്ചു അദ്ദേഹത്തിന്റെ നിരപരാധിത്വം എന്താണ് എന്നുള്ളത്. കൃത്യമായി ഉമ്മൻചാണ്ടി സാറിനും കേരളത്തിലെ പൊതുസമൂഹത്തിനും എല്ലാം ബോധ്യപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയവും അങ്ങ് ബോച്ചെ എന്ന് പറയുന്ന ഒരു അധമൻ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് വീണയ്ക്ക് നന്നായി വീണ ഒരു സെക്കൻഡ്
വീണ നല്ല ഭാഷാ പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. പക്ഷെ വീണയ്ക്ക് വിക്കൽ വരുന്ന എന്താ അറിയാമോ? ഇന്ന് പോലും വീണയ്ക്ക് സരിതയ്ക്കെതിരെ ഒരു പരാതി എടുക്കണമെന്ന് പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ല. ഒരു സ്ത്രീയായ സരിത, തെറ്റുകാരിയായ സരിത, വ്യാജ പരാതി കൊടുത്ത സരിതയ്ക്കെതിരെ ഒരു പരാതി എടുക്കണമെന്ന് പറയാൻ കോൺഗ്രസ്സുകാരിയായ വീണയ്ക്ക് ധൈര്യം കിട്ടാത്തതാണ് ഈ നാടിന്റെ പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി എങ്ങനെയാണ് വിഷയത്തെ കൈകാര്യം ചെയ്തത്. ഞാൻ അങ്ങക്കുള്ള മറ്റൊരു കാര്യം കൂടി പറയാം. ശ്രീ ബോച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നും പറയാൻ അങ്ങ് അനുവദിക്കൂ. അങ്ങ് എന്നെ പറയാനായിട്ട് അനുവദിക്കൂ. അങ്ങ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു നടി പറഞ്ഞ വാക്കുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫറാഷിബില തന്നെ ഒരു നടി തന്നെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളുമായിട്ട് അങ്ങ് ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണാനിടയായി. ആ നടിയുടെ തന്നെ ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അവരുടെ ചിത്രം വച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ക്രിട്ടിക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത പിക്ചർ. അവകാശമില്ല എന്നുള്ളത് അടിവരയിട്ട് പറയട്ടെ. അല്ലല്ല, ഒരു വരി മാത്രം, എനിക്കിനി സമയമേ തരണ്ട. വീണയോടുള്ള ഒരു വരി വിമർശനമാണ്. കോൺഗ്രസിൽ ഇത്രയും പ്രമുഖയായ പ്രിയങ്ക ഗാന്ധിക്ക് വരെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ വ്യക്തിപരമായി അറിയുന്ന വീണ സരിതയ്ക്കെതിരെ പരാതി എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വേറൊരു സ്ത്രീയുടെ ബിക്കിനി പിക്ചർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. വീണയെ പോലെയുള്ള കുട്ടികൾക്ക് പോലും, അല്ലെങ്കിൽ ആധുനിക തലമുറയിലെ യുവ നേതാക്കൾക്ക് പോലും അങ്ങനെ ഒരു സ്ത്രീക്കെതിരെ പരാതി എടുക്കണമെന്ന് പറയാനുള്ള ധൈര്യമില്ല. ഞങ്ങൾ സാധാരണക്കാരെ പിന്നെ ആര് രക്ഷിക്കും? ഉമ്മൻചാണ്ടി സാറിന്റെ പാർട്ടിക്കാരിക്ക് ഉമ്മൻചാണ്ടി സാറിന്റെ കള്ള പരാതി കൊടുത്ത് വേട്ടയാടിയ ഒരു സ്ത്രീക്കെതിരെ പരാതി എടുക്കണമെന്ന് ടി.വി പറയാൻ ധൈര്യം പോലുമില്ല. പിന്നെ ഞങ്ങളെ ആര് രക്ഷിക്കാനാ ഈ നാട്ടില്? ഞാൻ സ്ത്രീ പക്ഷത്ത് നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായും അത്തരത്തിൽ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട നടപടികളുമായിട്ട് അതുമായി ബന്ധപ്പെട്ട അതിനപ്പുറത്തേക്ക് കേസ് എടുക്കണ്ടേ? എന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആ കാര്യത്തിൽ അഭിപ്രായം, എന്റെ പക്ഷം സ്ത്രീപക്ഷമാണ്. ഇന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരെല്ലാം നിൽക്കുന്നത് സ്ത്രീപക്ഷത്താണ്. കാരണം ഇന്നലെയും നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്ത 64 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. 64 പെൺകുട്ടികൾ ചേർന്ന് ഒരു പുരുഷനെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. നമ്മൾ ആണുങ്ങൾ ഓർക്കേണ്ടത് ഇത്രയൊക്കെ രാഷ്ട്രീയക്കാർക്ക് നമ്മളെ വിലയുള്ളൂ. നമ്മൾ ആണുങ്ങൾ ഓർക്കേണ്ടത് ഇത്രയൊക്കെ രാഷ്ട്രീയക്കാർക്ക് നമ്മളെ വിലയുള്ളൂ. എനിക്ക് വീണ ഇഷ്ടത്തോടെയാണ് ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് വീണ 20 വർഷമായിട്ട് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് വീണയെ വിമർശിച്ചു എന്ന് പറഞ്ഞെ ആക്രമിക്കരുത്. വീണയെ ബഹുമാനത്തോടെ വിമർശിക്കുന്നത് നമ്മൾ ആണുങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇത്രയും വിലയെ എല്ലാവരും തരുന്നുള്ളൂ. ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുക്ക ആൾക്കെതിരെ ഒരു വാക്ക് പറയാൻ ഞാനൊരു ഇടവേളയിലേക്ക് കൂടി പോകുന്നു. അതിനുശേഷം വേഗം മടങ്ങിയെത്താം. ഇടവേള. തിരികെ എൻകൗണ്ടർ പ്രൈമിലേക്ക്. അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് അദ്ദേഹം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ അത് മുഴുവൻ അശ്ലീലമാണ്, മുഴുനീള അശ്ലീലമാണ്. ആരോടാണ് പറയുന്നതെന്നൊന്നുമില്ല. ആരോടാണെങ്കിലും, ചെറിയ പെൺകുട്ടികളോടാണെങ്കിലും പ്രായമുള്ളവരോടാണെങ്കിലും ഒക്കെ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ കൊള്ളാത്ത തരത്തിലേക്കുള്ള അശ്ലീലമാണ്. ഇത്തരം ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്ന് തന്നെ പറയാവുന്ന ഒരാൾ, അയാളിങ്ങനെ വിലസുകയാണ്. നമ്മുടെ സമൂഹ മാധ്യമത്തിൽ അയാൾ ഒരു കുഴപ്പവുമില്ലാതെ ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹണി റോസ് വന്ന് പരാതിപ്പെട്ടതുകൊണ്ട് അയാൾ ജയിലിലായി. ഇത് പേടിപ്പെടുത്തുന്നതല്ലേ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര? തീർച്ചയായും ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കക്ഷിയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളുമായിട്ടും ലൈംഗിക അധിക്ഷേപങ്ങളുമായിട്ടും ആളുകളുടെ ഏറ്റവും മീൻ ആൻഡ് ബേസ് ആയിട്ടുള്ള വികാരങ്ങളുടെ മുകളിൽ തൻ്റെ ഈ ഒരു പരസ്യ മാർക്കറ്റിംഗ് നടത്തുന്ന ആളുടെയൊക്കെ ഈ സാമൂഹ്യ സ്വീകാര്യത കൂടിയാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ടത്. അതിൻ്റെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ടുള്ള ലൈറ്റർ വേർഷനായിട്ടുള്ള ആൾക്കാർ ചർച്ചയിലടക്കം വന്നിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ പോലുള്ള ഒരാൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താ? ഈ
സോഷ്യൽ ഓഡിറ്റ് നടത്തണം, സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പരാതി പറഞ്ഞ സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റ് നടത്തണം എന്നടക്കം പറയുന്ന, ഇപ്പോൾ ഇത്തരം ചർച്ചകളുടെ അടിയിലടക്കം അദ്ദേഹമൊക്കെ ക്ലെയിം ചെയ്യുന്ന പോലെ കേരളത്തിൻ്റെ പൊതുബോധം എനിക്കൊപ്പമാണെന്ന് പറയുന്ന കേരളത്തിൻ്റെ പൊതുബോധം എന്ന് പറയുന്നതിനെ കേരളത്തിൻ്റെ ആൺബോധമെന്നോ കേരളത്തിൻ്റെ ആണധികാര ഹുങ്കെന്നോ പറയുന്നത് അവിടെയൊക്കെ പുളച്ച് തേട്ടുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. എങ്ങനെയാണ് ഇതാണ് പ്രശ്നം. നമ്മളുടെ ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ പൊതുബോധത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ആൺകാഴ്ചകളും ആൺനോട്ടങ്ങളുമാണ് എന്നുള്ളതാണ് പ്രശ്നം. നമ്മളുടെ സിനിമകളിൽ, നമ്മളുടെ പൊതുപരിപാടികളിൽ, നമ്മളുടെ ഈ ചാനലുകളിലൊക്കെ കാണുന്ന ഹാസ്യപരിപാടികൾ എന്ന് പറയുന്നതിലൊക്കെ എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക? കൃത്യമായിട്ട് ഇതുപോലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളുമായിട്ട് നമ്മളുടെ സൂപ്പർ നായകന്മാർ മുതൽ നമ്മളുടെ മിമിക്രി താരങ്ങൾ വരെ നിരന്തരം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ എന്ന് പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്നത് കേവലമായ ഒരു ശരീരം മാത്രമാണെന്നും പുരുഷന്മാരുടെ നോട്ടങ്ങൾക്കും ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും അവരുടെ വഷളത്തരങ്ങൾക്കും കീഴെ നിൽക്കേണ്ട ഒന്നാണെന്നുമാണ് പറയുന്നത്. ഇവിടെ ഇപ്പം വലിയൊരു ഉപന്യാസം തന്നെ വായിച്ചല്ലോ, ആണുങ്ങൾക്ക് ഈ നാട്ടിൽ എന്താ രക്ഷ, ആണുങ്ങൾക്കെതിരാണ് എല്ലാ കാര്യങ്ങളുമെന്ന്. എന്താണ് ഈ പറയുന്നത്? നമ്മുടെ നിയമനിർമ്മാണ സഭകളിലടക്കം 10% പോലും പ്രാതിനിധ്യമില്ലാത്ത സ്ത്രീകളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് ഈ നാടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജനസംഖ്യയുടെ 50% വരുന്ന സ്ത്രീകൾ ഇവിടുത്തെ നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെ കേവലം 10% പോലും പ്രാതിനിധ്യമില്ലാത്തവരാണ്. നമ്മളുടെ തൊഴിൽ മേഖലയിൽ, നമ്മളുടെ ലേബർ ഫോഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനിലെല്ലാം എത്രയോ പിന്നിലാണ് അവർ കിടക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ ആണധികാരത്തിൻ്റെ ഘടനയാണ് പ്രശ്നം. അവിടെ നിന്നും ഏതെങ്കിലും ഒരു പരാതി എടുത്തുകൊണ്ട്, ഏതെങ്കിലും ഒരു പരാതി തെളിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വരുന്നത് എത്ര അപഹാസ്യമാണ്. മിസ്റ്റർ രാഹുൽ ഈശ്വർ, നിങ്ങൾ ബാക്കിയുള്ളവർ ചർച്ച നടത്തുമ്പോൾ മിണ്ടാതിരിക്കൂ. നിങ്ങളെക്കാളുമൊക്കെ എത്രയോ ശബ്ദത്തിൽ നിങ്ങൾ അടിച്ചിരുന്ന വിധത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന പരിശീലനം പോലുമുള്ള ആളുകളൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്. ജനാധിപത്യ മര്യാദ കൊണ്ടാണ് അവർ നിങ്ങളെ സഹിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് നമുക്ക് നോക്കാം. ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം കണ്ടല്ലോ എന്ന് ഒരു വാക്ക് മാത്രമേ പ്രകോപിതനാവണ്ട. ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം കണ്ടല്ലോ, വീണ പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞേ ഉള്ളൂ. കണ്ടിന്യൂ. എന്താണ് താങ്കൾ ഈ ബോബി ചെമ്മണ്ണൂരിനൊപ്പമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയുന്നത് എന്തായാലും നല്ലതാണ്. നിങ്ങളെ ചേർത്ത് പറഞ്ഞത് തന്നെ എന്തൊരു അധമമാണ്. അല്ല, ഇപ്പൊ എന്നേക്കാ ശബ്ദത്തിൽ രാഹുൽ ഈശ്വറിന് മാത്രമല്ല ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന നിരവധി അല്ല, ബോബി ചെമ്മണ്ണൂരിനെ താങ്കൾ ബോബി ചെമ്മണ്ണൂരിനെ വിമർശിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തെറ്റുപറ്റിയത്. ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ വിമർശിക്കുന്നുണ്ട്, അല്ല വിമർശിക്കുന്നുണ്ട് എന്ന് താങ്കൾ പറയുന്നത് താങ്കളുടെ ആ നിലപാടിനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് ഞാൻ വായിച്ചിരുന്നു. അതുകൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. അതായത് സാൻഡ്വിച്ച് ക്രിറ്റിസിസം. രാഹുൽ ഈശ്വർ, ദയവായി ഒന്ന് ശ്രദ്ധിക്കൂ. ഇംഗ്ലീഷിൽ ഒരു പദപ്രയോഗമുണ്ട്, താങ്കൾക്ക് അറിയാമായിരിക്കും. സാൻഡ്വിച്ച് ക്രിറ്റിസിസം എന്നൊരു പദപ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ. അതായത് രണ്ട് പോസിറ്റിവിറ്റിക്കിടയിലൂടെ നെഗറ്റീവായി വിമർശനം കടത്തിവിടുന്നതാണ്. അതായത് എതിർപക്ഷത്തുള്ളവരുടെ ഗുണഗണങ്ങൾ പറയും, പിന്നീട് തന്റെ വിയോജിപ്പ് എന്താണോ അത് പറയും, പിന്നീട് എതിർപക്ഷത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരം നിർത്തും. ഇപ്പൊ കേൾക്കുന്നവർക്ക് മനസ്സിലാകില്ല ഇത് ആരെയാണ് അനുകൂലിക്കുന്നത്, പ്രതികൂലിച്ചതാണോ അനുകൂലിച്ചതാണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനിലേക്ക് പോകും. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് എന്ത്? സാൻഡ്വിച്ച് ക്രിറ്റിസിസം. അതാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അപ്പോ അല്ല ഞാൻ പറയുന്നത് ഇവിടെ ഒരു പുരുഷാധികാര ഘടനയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെയും ഇവിടെയുള്ള ഒരു വിഷയത്തെക്കുറിച്ചല്ല നമ്മൾ പറയുമ്പോൾ. ഇപ്പോൾ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെയുള്ള അട്രോസിറ്റീസ് തടയുന്നതിനുള്ള നിയമം ഈ നാട്ടിലുണ്ട്. ദളിതർക്കെതിരായിട്ടും ആദിവാസികൾക്കെതിരായിട്ടുള്ള അട്രോസിറ്റീസ് ഒരു ക്രൈം സാധാരണ ആളുകൾ തമ്മിലുണ്ടാകുന്ന ഉള്ള ഒരു ക്രൈം പോലെയല്ല. ദളിതർക്കെതിരായോ ആദിവാസികൾക്കെതിരായോ ഉള്ള ഒരു ക്രൈമിനെ മറ്റൊരു നിയമം കൂടി അതിൽ ഉൾപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ്? അവർ കൂടുതൽ പാർശ്വവൽകൃതരായിട്ടുള്ള മനുഷ്യരാണ് എന്നുള്ളത് ഈ നാട്ടിലെ നിയമ സംവിധാനം അംഗീകരിക്കുകയും അതിൽ നിന്നും പരിരക്ഷ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളോ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളോ ആ നിയമത്തിൽ വേറൊരു ക്രൈം ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുകയോ കണ്ടോ ഇവർ മുഴുവൻ കുറ്റവാളികളാണോ എന്നല്ല. നമ്മളൊരു ഘടനയുടെ പ്രശ്നത്തെക്കുറിച്ച്, ഒരു അധികാര ഘടനയുടെ പ്രശ്നത്തെക്കുറിച്ച്, സാമൂഹ്യ അധികാര ഘടനയുടെ പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെന്നെ തുപ്പി അവരെന്നെ പിച്ചി എന്നുള്ള മട്ടിലല്ല നമ്മൾ അതിനെ കാണേണ്ടത്. ഇത്തരത്തിലുള്ള രീതിയിലല്ല. അതുകൊണ്ട്
എന്തുകൊണ്ട് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നേരത്തെ ഇവിടെ വീണയൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ നിരന്തരമായി 64 പേര് ഒരു പെൺകുട്ടിയെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാകുന്നത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. നിരവധി തവണ ജനിച്ച ഒരു സ്ത്രീയായി ഈ നാട്ടിൽ ജനിച്ചു വീഴുന്നത് മുതൽ മരിക്കുന്നത് വരെ തൻ്റെ സ്ത്രീത്വം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വ്യക്തിപരമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും താൻ പിന്തള്ളപ്പെടുന്ന ഒരു ഐഡന്റിറ്റി. അപ്പോഴാണ് അവരുടെ വസ്ത്രധാരണത്തിന് ലിമിറ്റ് വെച്ചുകൊണ്ട് അളവുകോൽ വെച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ, ഏതായാലും താങ്കൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് എപ്പോൾ വേണമെങ്കിലും എത്താമെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് താങ്കളുടെ തുടർ നടപടി? അതുകൂടി അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് ആണ്. ഒറ്റ വരിയിൽ അവസാനിപ്പിക്കാം. എനിക്ക് പിണറായി വിജയൻ സഖാവിനെ ബഹുമാനമാണ്. പിണറായി വിജയൻ സഖാവും അപ്പുറത്ത് പോലീസുകാരും നിന്നപ്പോഴും ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തപ്പോഴും വിശ്വാസികൾക്ക് വേണ്ടി പോരാടി ജയിച്ച പലരിലും ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. പ്ലാൻ എയും ബിയും ഒക്കെ പറഞ്ഞത് അഡ്വക്കേറ്റ് എന്ന രീതിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് എന്റെ AB എക്സാം കഴിഞ്ഞത്. സന്തോഷത്തോടെ നേരിടും. ഹണി റോസിന്റെ ആ കേസിനെ പോസിറ്റീവായി കാണുന്നു. ഇനിയും ശക്തമായി തന്നെ സത്യം പറഞ്ഞുകൊണ്ട് ശരി പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് നേരിടും. ഞാനൊരു ഗാന്ധിയനാണ്. അതുകൊണ്ട് ജയിലിൽ പോകാൻ എനിക്ക് യാതൊരു മടിയില്ല. സത്യത്തിന് വേണ്ടി പോരാടി ഞാൻ ജയിലിൽ പോയിട്ട് തിരിച്ചു വരും. മുൻകൂർ ജാമ്യത്തിന് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. മുൻകൂർ കാര്യം അതാണ് പ്രോസസ്. ഇന്ന് മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഒരു പോലീസ് വരികയാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ഓൾറെഡി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട്. ഞാൻ ഗാന്ധിയൻ വെറുതെ പറയുന്നതല്ല. എന്നും ഗാന്ധിയനാണ് മതസൗഹാർദ്ദത്തിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും. അത് പോരാടി വിജയിക്കുകയും ചെയ്യും. കേരളീയ പൊതുസമൂഹത്തിൽ ഈ പ്രതിരോധം ഉയർത്തുകയും ചെയ്യും. നമ്മുടെ മൂല്യങ്ങൾ നശിക്കാതിരിക്കാൻ ഇത്തരം പ്രതിരോധങ്ങൾ ആവശ്യമാണ്. വസ്ത്രധാരണത്തിന് മിതത്വം ആവശ്യമാണ്. ആ തിരിച്ചറിവ് ഹണി റോസിന് ഉണ്ടാകട്ടെ. അവരുടെ വിഷമത്തോടൊപ്പം നിൽക്കുന്നു. പക്ഷെ അവർ പുനർചിന്തിക്കണം. ശരി, അതാണ് താങ്കളുടെ നിലപാട്. ഏതായാലും വരും ദിവസങ്ങളിലുമൊക്കെ ഇതൊരു വിഷയമായി തന്നെ നിൽക്കുമെന്നുള്ളതാണ്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു. നമസ്കാരം.